Hi friends, നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുനിതാസ് യൂണി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണക്കലരി ഉപയോഗിച്ച് ഒരു കിഡിലൻ പാൽപായസമാണ് തയ്യാറാക്കി എടുക്കുന്നത്. വിശേഷ അവസരങ്ങളിലും അതുപോലെ തന്നെ നമുക്ക് മധുരം കഴിക്കാൻ ആഗ്രഹം തോന്നുമ്പോഴെല്ലാം വളരെ എളുപ്പത്തിൽ ഈ ഒരു പായസം തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല രുചിയുള്ള ഈ പാൽപായസം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. പായസം തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഉണക്കലരിയാണ് എടുത്തിട്ടുള്ളത്. ഉണക്കലരി 200 ഗ്രാം അളവിലുണ്ട്. ഈ അരി ഒരു 3-4 പ്രാവശ്യം നല്ലതുപോലെ കഴുകിയതിന് ശേഷം കുക്ക് ചെയ്തെടുക്കണം. അരി ഇവിടെ നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കണം. നമ്മളിവിടെ അരി വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് 1 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അരി കുക്ക് ചെയ്യുന്ന ടൈമിൽ വെള്ളം വറ്റിപ്പോയിട്ട് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി കുക്കർ അടച്ച് അരി കുക്ക് ചെയ്തെടുക്കാം. ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ഗ്യാസ് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരം അരി കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും അരി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ടാകും. അരി കുക്കായതിനു ശേഷം ഗ്യാസ് ഓഫ് ചെയ്തു. ഇപ്പോൾ പ്രഷർ എല്ലാം പോയിട്ടുണ്ട്. അരി ഇവിടെ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം കറക്റ്റ് പാകത്തിനായിരുന്നു. അരി വേവിക്കുന്ന ടൈമിൽ വെള്ളം കൂടിപ്പോയാലും കുഴപ്പമില്ല, വെള്ളം കുറഞ്ഞു പോകരുത്. വെള്ളം കൂടിപ്പോയാലും നമുക്ക് പായസം റെഡിയാക്കുന്ന ടൈമിൽ വറ്റിച്ചെടുക്കാവുന്നതാണല്ലോ. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ പായസം തയ്യാറാക്കി തുടങ്ങാം. നമ്മളിവിടെ പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ടാണ് പായസം തയ്യാറാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാരയാണ് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാര ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. പഞ്ചസാര ചൂടായി മെൽറ്റായി തുടങ്ങുമ്പോൾ മാത്രം നമുക്കിത് ഇളക്കി കൊടുത്താൽ മതിയാകും കേട്ടോ. ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിൽ വേണം ഈ പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കേണ്ടത്. ഫ്ലെയിം കൂട്ടി വെക്കരുത്. ഫ്ലെയിം കൂട്ടി വെച്ചാൽ പഞ്ചസാര പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ പായസത്തിന് ഒരു കയ്പ് രസം ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിൽ സമയമെടുത്ത് തന്നെ വേണം നമ്മൾ ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കേണ്ടത്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളിത് മെൽറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ പഞ്ചസാര മുഴുവനും മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. ഇനി ഇളക്കി കൊടുത്ത് നെയ്യ് ഇതിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നെയ്യിന് പകരം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നെയ്യോ ബട്ടറോ ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പായസത്തിന് നല്ലൊരു ടേസ്റ്റും നല്ലൊരു വാസനയും ആയിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ നെയ്യ് ഇതിൽ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. 1.5 ലിറ്റർ പശുവിൻ പാലാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളിതിലേക്ക് വെള്ളം ചേർക്കാത്ത ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിത് ഇളക്കി കൊടുക്കുമ്പോൾ കാരമലൈസ് ചെയ്ത പഞ്ചസാര ഇതുപോലെ കട്ടയായിട്ട് വരും. അത് കണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പാല് ചൂടാവുന്നതനുസരിച്ച് അത് മെൽറ്റായിട്ട് വന്നോളും. പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഗ്യാസ് ലോ ഫ്ലെയിമിലായിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ പാലൊഴിച്ചു കൊടുക്കുമ്പോൾ കയ്യിൽ തെറിക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് വേണം പാലൊഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ പാല് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കണം. ചോറ് മുഴുവനും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചോറ് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഒട്ടും തന്നെ കട്ടയില്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് വേണ്ട പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് മെഷർമെന്റ് കപ്പിൽ 2 പ്രാവശ്യമായിട്ടാണ് ഞാനിവിടെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നേരത്തെ 1/2 കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ടോട്ടൽ നമ്മൾ പായസത്തിലേക്ക് 1.5 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് മധുരത്തിന്റെ അളവിൽ വ്യത്യാസം വരുത്താവുന്നതാണ് കേട്ടോ. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് പായസം കുറുക്കിയെടുക്കണം. ഗ്യാസ് ഫ്ലെയിം കൂട്ടി വെച്ചിരുന്നാൽ പാല് പെട്ടെന്ന് തന്നെ വറ്റിപ്പോകും. ചോറിൽ പാലിന്റെ ഫ്ലേവറും മധുരവും എല്ലാം പിടിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതിയാകും. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പായസത്തിന്റെ കളറൊക്കെ ഒന്ന് മാറി കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 7 ഏലക്കയാണ് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കാഷ്യൂ നട്ട്സ്, റേസിൻസ് എല്ലാം നെയ്യിൽ വറുത്ത് ചേർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതൊന്നും ചേർത്ത് കൊടുക്കാതെ തന്നെ നല്ല കിഡിലൻ ടേസ്റ്റി ആയിട്ടുള്ള പായസമാണിത്. അതുകൊണ്ട് തന്നെ കാഷ്യൂ നട്ട്സും റേസിൻസും ഒന്നും നെയ്യിൽ വറുത്ത് ഞാൻ ഈ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഉണക്കലരി കൊണ്ട് തയ്യാറാക്കുന്ന ഈ ഒരു പാൽപായസം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകും.
എല്ലാവരും പായസം ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു. ബൈ.